അങ്ങനെതാ നമ്മളിതാ അൽബൈക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് അൽബൈക്ക്. ഇനിയിപ്പോ പാർക്കിംഗ് കിട്ടണം. റേറ്റില് സൗദിക്കാരന്റെ ഒരു അഹങ്കാരമായിട്ട് അവർ കൊണ്ടു നടക്കുന്ന ഒരു അൽബൈക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രോസ്റ്റിന്റെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അത് നമ്മളിവിടെ കുവൈത്തിലും വന്നിട്ടുണ്ട്. കുവൈത്തില് നമ്മളെ അൽജഹ്റ, കുവൈത്തില് 2 സ്ഥലത്താണ് ഉള്ളത്. എവിടേക്ക്? ഒന്ന് അൽജഹറി, പിന്നൊന്ന് എന്ന് പറയുന്നത് അവന്യൂസ് മാളിന്റെ ഉള്ളിലാണ്. അപ്പോ സലാസും ഉണ്ട്, ഞാനും ഉണ്ട്. കളി കഴിഞ്ഞിട്ട് വരുന്ന വഴിക്കാണ് സലാസ് പറഞ്ഞ് കഴിക്കാൻ പോവാന്നുള്ളത്. നമ്മളിതാ അൽബൈക്കിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നേരെ അങ്ങോട്ട് അൽബൈക്കിന്റെ അവിടേക്ക് അതിന്റെ ഉള്ളിലത്തെ കാഴ്ചകൾ എല്ലാ ഡീറ്റെയിൽസും ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവും അല്ലേ, അറിയണതൊക്കെ. ജഹ്റയിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജഹ്റയിൽ എവിടെ നിന്ന് നോക്കി കഴിഞ്ഞാലും കാണുന്ന ഒരു ബിൽഡിംഗ് ആണ് ആ മസായ ബിൽഡിങ്. അതിന്റെ അവിടുന്ന് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വന്ന് കയറുന്നത് ഈ വലിയ ബിൽഡിങ്ങിലിരിക്കുക. ഇതാണ് അൽബൈക്കിന്റെ മെയിൻ ബിൽഡിങ്. ഇതിലാണ് എല്ലാ സംഭവങ്ങളും ഉള്ളത്. ഇനി നമുക്ക് ഉള്ളിലേക്ക് അങ്ങോട്ട് കയറാം. ഇനി ഉള്ളിലത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഇതിന്റെ ഉള്ളിൽ കണ്ടോ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുട്ടികൾ എന്തോ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിരിക്കണ്. കുട്ടികളെ പടക്കം ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. പലതരം പടങ്ങളും കുവൈത്തിന്റെ കൊടി, അതേപോലെ തന്നെ അൽബൈക്ക് ഇമോജി കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതാ മൂപ്പരുടെ അടുത്ത് നിന്ന് നമ്മള് ബില്ല് മേടിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. എന്നിട്ട് ഇതാ അപ്പുറത്ത് കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുക്കണം. നമ്മളിത് അങ്ങനെ ബില്ല് ഇതാ ഒരു നഗറ്റ്സും ഒരു ബ്രോസ്റ്റും പെപ്സി. ഇനി ഇതാ ഇവിടുന്ന് അത് മേടിക്കണം. സാധനം നമ്മളെ കയ്യിൽ കിട്ടി. ഇനി ഇതാ മേലെ പോയിട്ട് സലാസിന്റെ അടുത്തേക്ക് പോകണം. ഇതാണ് ഇവിടെ തിരക്ക്. അങ്ങനെ അതാ സാധനം മേടിച്ചിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് ഇതെന്താ നഗറ്റ്സ്, 10 പീസിന്റെ നഗറ്റ്സ്. അടുത്തത് ഇതാ ബ്രോസ്റ്റ്, ഒരു ബെന്ന്, പിന്നെ കെച്ചപ്പ്, മയോനൈസ്, ബാർബിക്യൂന്റെ. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ ഓർഡർ ആക്കിയത്. ഇത് ഓപ്പൺ ആക്കി ഇതൊക്കെ പുറത്ത് വെക്കുക. കെച്ചപ്പ് കാര്യങ്ങൾ ബെന്നും പുറത്ത് വെച്ച്. ബ്രോസ്റ്റ് ഇതാ 4 പീസ് ബ്രോസ്റ്റ്, അതേപോലെ 10 പീസിന്റെ നഗറ്റ്സ് കാണിക്ക്. 10 പീസിന്റെ നഗറ്റ്സ്, 2 പെപ്സി. ഓക്കെ, ഇനി ഇതിന്റെ റേറ്റ് പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയാനുള്ള കാര്യം അതായിരിക്കും റേറ്റ്. ചിക്കന് 4 പീസ് ബ്രോസ്റ്റിന്റെ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 1,550. അതേപോലെ തന്നെ മറ്റേക്കത്തെ ഇത് മറ്റേ നഗറ്റ്സ് 10 പീസ് 1,550. രണ്ടും ഒരേ പ്രൈസാണ്. പെപ്സി ക്യാന് 2 ടിന്ന് 150ന്റെ 2 ടിന്ന് 700 ഫിൽസാണ് വരുന്നത്. അപ്പൊ ഈ ബാക്കിയുള്ളത് നമ്മൾ കഴിച്ചിട്ടുള്ള റിവ്യൂ പുറത്തുനിന്ന് പറഞ്ഞുതരാം. അപ്പൊ ടോട്ടല് പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ 3,800 ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ കഴിക്കട്ടെ, എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി മേടിക്കാം അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ ബ്രോസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ബ്രോസ്റ്റ് ആയാലും പിന്നെ മിസ്സായത് എന്താ വെച്ചാൽ ഷ്രിമ്പ് ഇല്ലാന്ന് പറഞ്ഞു. കഴിഞ്ഞിക്കാണോ അതോ ഇവിടെ ഇറങ്ങായിയാണോ എന്താന്നുള്ളത് അറിയില്ല. ഇല്ലാന്നുള്ളത് പറഞ്ഞു. പിന്നെ എന്താണ് പിന്നെ ചിക്കൻ എന്താണ് അഭിപ്രായം, സലാസിന്റെ ഇന്ത്യ അഭിപ്രായം എന്താന്നുള്ളത് നോക്കാം. ബ്രോസ്റ്റ് അത്ര ഹൈപ്പിനുള്ള മുതലുണ്ടായിട്ട് തോന്നിയില്ല. അപ്പോ അതിക്കും അത് തോന്നി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അൽബൈക്കിന്റെ മുന്നേ കഴിച്ചിട്ടുണ്ട് കേട്ടാ. എന്നാലും നമ്മളെ KFC ആയിട്ട് കമ്പയർ ചെയ്യുമ്പോ അല്ല, ഇത് വേറെ അത് വേറെ, പക്ഷെ രണ്ടും ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ നഗറ്റ്സ് സംഭവം ഉഷാറ്, ഭയങ്കര സോഫ്റ്റ് ജ്യൂസി ആയിട്ട്. ആ പറഞ്ഞ വീഡിയോയിലൊക്കെ പറയുന്ന പോലെ തന്നെ ജ്യൂസി ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അത്. അപ്പൊ അത് ഓക്കെ, അതില് 10ല് 10 അല്ലേ? അപ്പൊ അതാണ് ഒരു അഭിപ്രായം. പിന്നെ കഴിക്കാൻ പറ്റാത്തത് ഷ്രിമ്പ്. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്തത് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി വന്നിട്ടൊന്ന് നോക്കാം ഷ്രിമ്പിന്റെ. പിന്നെ എല്ലാവർക്കും ഒരു സംശയം, എന്താ റേറ്റ് എന്നുള്ളത്. വലിയ റേറ്റ് പറയാനൊന്നുമില്ല. ഒരു ബോക്സിൽ 4 പീസ്, ഒരു ലെഗ് പീസ്, പിന്നെ മൊത്തം 4 പീസ് 1,550. അതിലൊരു ബെന്നും ഇല്ലേ? ബെന്നും ഉണ്ട്, ഒരു കെച്ചപ്പും ഉണ്ട്, ഒരു മയോനൈസും ഉണ്ട്, കുറച്ച് ചിപ്സും ഉണ്ട്. ഇതൊക്കെ പാടെ 1,550. അതേപോലെ 550 പറയുമ്പോൾ നമ്മൾ നാട്ടിൽ ഏകദേശം ഒരു 480-500 രൂപയുടെ അടുത്ത്. ഓക്കെ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ നഗറ്റ്സ് 10 പീസ് നഗറ്റ്സും കുറച്ച് ചിപ്സും കെച്ചപ്പ് മയോനൈസ് മാത്രം.
പിന്നെ ചെറിയ കെച്ചപ്പിന്റെ ഒരു പാക്കറ്റും അതും ഇതേ സെയിം റേറ്റ് 1,550. അത് സംഭവം പൊളി. നഗറ്റ്സ് സംഭവം ഇഷ്ടപ്പെട്ട്, അത് അതിനുള്ളതുണ്ട്. പിന്നെന്താ പെപ്സി ഒരു പെപ്സി എത്ര? 350. ഒരു പെപ്സി 350, 2 പെപ്സി. സാധാരണ പുറത്ത് അത് 150 വിൽസ് ഉള്ളൂ. ഇത് 100 വിൽസ് പുറത്ത്. അല്ല, ബക്കാലയില് 150, മറ്റോടത്ത് 100, ജമിയയില് 100. പെപ്സി റേറ്റ് കൂടുതലാണ്. ഇവിടെ 150. അപ്പോ അത് മാത്രം ചെറിയൊരു റേറ്റിന്റെ, ബാക്കിയൊക്കെ ഓക്കെ സെറ്റ്. അപ്പോ 2 പെപ്സിക്ക് 700 വിൽസ്. അപ്പൊ 3 സംതിങ് മൊത്തം. 3 എത്രയാണ്? 3,800 അങ്ങനെ എന്തോറ്റാ. അപ്പൊ ഓക്കെ. അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ. നമ്മളെ ഇത് 3,800. അപ്പോ വീഡിയോ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോസ്റ്റ് കുഴപ്പമില്ല. നഗറ്റ്സ് നമുക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പല ടേസ്റ്റ് ആയിരിക്കാം. ഇവന്റെ ടേസ്റ്റ് ആവില്ല എനിക്ക്, എന്റെ ടേസ്റ്റ് ആവില്ല എനിക്ക്. കാണുന്ന നിങ്ങളെ ടേസ്റ്റ് എന്താന്നുള്ളത് കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ എന്തായാലും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മളെ ജഹറയിൽ ഒരു അൽബൈക്ക് വന്നപ്പോൾ നമുക്ക് കഴിക്കാനുള്ള ഒരു പൂതിക്ക് കഴിച്ചു തന്നെ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതൊക്കെ ചെയ്യാം. അപ്പൊ ഓക്കെ, താങ്ക് യു.